പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇപ്പം ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം എന്നല്ല നല്ല പണി ചെയ്തിട്ടുണ്ട്. പണി ചെയ്ത് പുള്ളിയുടെ കൂടെ ഇപ്പം ആരുമില്ലാത്ത നിലയിലല്ലേ. ഇപ്പം വിഭജനമൊക്കെ വന്നപ്പോഴത്തേക്കും സതീശൻ കിടന്ന് നിലവിളിക്കുക. സതീശൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ മാറി. നമുക്കിതെല്ലാം കാണാൻ കുഞ്ഞ് നമ്മളിവിടെയൊക്കെ തന്നെ ഇനിയുണ്ടല്ല. ഞാനിങ്ങനെ കഴിയട്ടെ. എന്നാ ധാർമ്മിക? അതിൽ പണ്ട് ട്രെയിൻ മുട്ടിക്കഴിഞ്ഞാൽ ധാർമ്മിക ഉത്തരം വെച്ച് രാജിവെക്കണ മന്ത്രിമാരെ കൊണ്ടുണ്ടായിരുന്നു. ധാർമ്മികത എന്ത് ധാർമ്മികത? ഇത് ധാർമ്മികതൊക്കെ നിങ്ങൾ വരച്ചുണ്ടാക്കുന്ന ഒരു ചിത്രമല്ലേ. ധാർമ്മിക അർത്ഥമില്ല. അവിടെ കർഷകരെ പിടിക്കുക. ധാർമ്മികക്കാരൻ ഒരു പിടിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ എന്താ നിങ്ങൾ ആ മന്ത്രി ഇട്ടിട്ട് മാത്രം പണി വെക്കാത്ത നിർബന്ധം എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടൊരു മന്ത്രിയാണ്. അയാളെ എങ്ങനെയെങ്കിലും തുളയ്ക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടാകും. 3 വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കറപ്ഷനോ ഭരണത്തിലുള്ള പരാജയമോ ഒന്നും പറയാൻ ആർക്കും കിട്ടാഞ്ഞിട്ട് ഇപ്പൊ സ്വർണ്ണപ്പാടയുടെ ന്യായം പറഞ്ഞ് പരാജയമല്ല, അത് പരാജയമല്ല. ഞാനങ്ങനെ കണ്ട ഈ രാജ്യത്ത് എത്ര മോഷണം നടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെന്ന് പറയണം. അവിടെ ഇടിവെട്ടി തെങ്ങ് പോയി. ആ ഇടിവെട്ടി തെങ്ങ് പോയെങ്കിൽ ആ ഇടി വെട്ടിയത് തന്നെ സർക്കാരിന്റെ പരാജയമാണെന്ന് പറഞ്ഞ് ആ തെങ്ങ് പോയത്, വീട് പോയത്, ആള് പോയതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറയും. അങ്ങനെ പോലും നമ്മൾ പറയുന്നിടത്തൊരു യുക്തി വേണം, ഒരു സത്യം വേണം. യുക്തിയും സത്യവും ഉള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. ജനം അത്ര എഴുതുകയാണപ്പ. അവരെല്ലാം അയ്യാഹാരം കഴിച്ച് എഴുതുന്നുണ്ട്. ഈ മുതലെടുക്കാനും നടക്കുന്നത് ഞാൻ ഇവിടെ ഈ ശബരിമല വിഷയം ആരുടെ ഹിന്ദുക്കളിലല്ലേ വെള്ളമുള്ളത്? ഹിന്ദുക്കളിൽ തന്നെ ആർക്കാണ് ഉള്ളത് ഇത് പ്രധാന വിഷയം? നഷ്ടമുണ്ടാവോ? ഇതുണ്ട്. അതൊക്കെ പോസ്റ്റ്മോർട്ടം നമുക്കിപ്പോൾ ചെയ്യണ്ട. അതെ, അരി സ്വാഭാവികം. അവർക്ക് പണിയൊന്നുമില്ലായിരിക്കല്ലേ. പണിയൊന്നും വിചാരിക്കുമ്പോൾ ഈ പണി എന്തെങ്കിലും ചെയ്യാതെ അവർക്ക് എങ്ങനെ ഇരിക്കാനെന്താ? പണി ചെയ്ത് ഇപ്പം എങ്ങനെ ചെയ്യും? ആശാൻ പണി ചെയ്ത ആശാരിക്ക് തന്നെ ഇപ്പം പണിയില്ലാതായില്ലേ. പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇപ്പം ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം എന്നല്ല നല്ല പണി ചെയ്തിട്ടുണ്ട്. പണി ചെയ്ത് പുള്ളിയുടെ കൂടെ ഇപ്പം ആരുമില്ലാത്ത നിലയിലല്ലേ. ഇപ്പം വിഭജനമൊക്കെ വന്നപ്പോഴത്തേക്കും സതീശൻ കിടന്ന് നിലവിളിക്കുക. സതീശൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ മാറി. നമുക്കിതെല്ലാം കാണാൻ കുഞ്ഞ് നമ്മളിവിടെയൊക്കെ തന്നെ ഇനിയുണ്ടല്ല. ഞാനിങ്ങനെ കഴിയട്ടെ.